കവിത ഇല്ലാതായാൽ പകൽ സദാചാരം പറച്ചിലും രാത്രി തലകൊയ്ത്തുമായി കൊടും ഭീകരന്മാർ എല്ലാ സൽസംഘങ്ങളിലും കയറിക്കൂടും. കവിത ഇല്ലാതായാൽ സുനാമികളുണ്ടാകും. കവിത ഇല്ലാതായാൽ അകാരണമായി മനുഷ്യരെ കൊല്ലും. കവിത ഇല്ലാതായാൽ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ നാടുഭരിക്കും. കവിത ഇല്ലാതായാൽ പ്രത്യാശ നഷ്ടപ്പെടും. പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ തോന്നും. കവിത ഇല്ലാതായാൽ മനുഷ്യർ പരസ്പരം പോരടിക്കുന്ന ശത്രു രാഷ്ട്രങ്ങൾ പോലെ അടുത്തടുത്ത് പാർക്കും. കവിത സ്നേഹത്തിൻ്റെ വാഹനമാകും. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം. ഭക്തിയനുരാഗദയാദിവപുസ്സ പരാത്മചൈതന്യം, പലമട്ടേന്തി പാരിതിനെങ്ങും പ്രകാശമരുളുന്നു. ഈ വരികൾ ഓർമ്മയുണ്ടോ? ഈ തിരുവനന്തപുരത്തുകാരനായ അന്നത്തെ വലിയ ഉദ്യോഗസ്ഥനായിരുന്ന ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയ പ്രേമസംഗീതത്തിലെ വരികളാണ്. പ്രേമമാണ് മനുഷ്യനെ ഒന്നിപ്പിക്കുന്നത്. പ്രേമം എന്നത് സ്നേഹം, സ്നേഹം എന്നത് പ്രണയം, പ്രണയം എന്നത് ഭക്തി, ഭക്തി എന്നത് അനുരാഗം, അനുരാഗം എന്നത് കാരുണ്യം, അല്ലേ? പല മട്ടേന്തി മനുഷ്യരെ, ജീവജാലങ്ങളെ, പ്രകൃതിയെ കൂട്ടിയിണക്കുന്ന ഈ സന്തുലനത്തിൻ്റെ ശക്തി നിലനിർത്തുന്നത് കവിതയാണ്. അത് ഏത് കാലത്തും, നാടോടിപ്പാട്ടിലാണെങ്കിലും കീഴാളപ്പാട്ടിലാണെങ്കിലും മേലാളപ്പാട്ടിലാണെങ്കിലും ഏത് രീതിയിലുള്ള പാട്ടുകളിലൂടെ ആണെങ്കിലും ഇത് വളർന്നു വളർന്നു വന്ന് കവിതയായി സ്ഫുടീകരിച്ചു വന്ന് ഈ നാട്ടുപാട്ടുകളിൽ നിന്നാണ്. കിളിപ്പാട്ടാണ് എഴുത്തച്ഛൻ എഴുതിയത്, മാപ്പിളപ്പാട്ടാണ് മോയിൻകുട്ടി വൈദ്യർ എഴുതിയത്, തുള്ളൽപ്പാട്ടാണ് കുഞ്ചൻ നമ്പ്യാർ എഴുതിയത്, കൃഷ്ണപ്പാട്ടാണ് ചെറുശ്ശേരി എഴുതിയത്, അല്ലേ? ഒക്കെ പാട്ടുകളാണ്. പാനപ്പാട്ടാണ് പൂന്താനം എഴുതിയത്. ഏത് മലയാളത്തിലെ കവി എന്നല്ല, ഏത് നാട്ടിലും ഈ പാട്ട് തന്നെയാണ് കവിതയാകുന്നത്. ചെറുശ്ശേരി എഴുത്തച്ഛന് മുമ്പുണ്ടായ കവിയാണ്. ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതാനുണ്ടായതിനെക്കുറിച്ചൊരു കഥ നിങ്ങൾക്കറിയാമല്ലോ. കോലത്തിരി രാജാവ് ഒരു ശത്രു രാജാവുമായിട്ട് ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കെ കാലാളിനെ ഉന്തിയാൽ രാജാവിന് ജയിക്കാമെന്നിരിക്കെ അതറിയാതെ അയാൾ അങ്കലാപ്പിലായിരിക്കുമ്പോൾ പ്രതിയോഗി അറിയാതെ രാജാവിനെ കാര്യം ധരിപ്പിക്കാൻ വേണ്ടി കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കിയിരുന്ന അമ്മ രാജ്ഞി ഒരു പാട്ടുപാടി എന്നാണ്. ആ കഥയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ പഠിച്ചു കാണും. ഉന്തുന്ത് 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 ഉന്തുന്തുന്തുന്തുന്താളേയുന്ത്. അത് കേട്ട് മനസ്സിലാക്കി ആളെ ഉന്തി ജയിച്ചു. അതുകൊണ്ട് ഇതിൻ്റെ ഒരു കൃതജ്ഞതയായിട്ട് രാജ്ഞിക്ക് വേണ്ടി കൃഷ്ണകഥ ഈ താളത്തിൽ എഴുതാൻ ആവശ്യപ്പെട്ടു എന്നാണ്. ആജ്ഞാ കോലഭൂപസ്യ എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതാണ് ഇന്ദിര തന്നൂടെ പുഞ്ചിരിയായോരു ചന്ദ്രികമയിൽ പരക്കയാലെ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമായോരു ശൈലം പോലെ. ഇതാണ് ആ കവിത. ഇതിൻ്റെ ഈണം, ഇത് മഞ്ജരി എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ മഞ്ജരി പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? ശ്ലഥകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമാം രണ്ടക്ഷരം കുറച്ചിടിൽ അത് മഞ്ജരിയായിടും. എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കാൻ. ആദ്യം ശ്ലഥകാകളി എന്താണ്, ആദ്യം കാകളി എന്താണെന്ന് അറിയണം, പിന്നെ ശ്ലഥകാകളി എന്താണെന്ന് അറിയണം, പിന്നെ അതിൻ്റെ രണ്ടാം പാദത്തിൽ അന്ത്യമായ രണ്ടക്ഷരം കുറയ്ക്കണം. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? രാരീരം 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 രാരീരാരം അത് മഞ്ജരിയായിടും. അമ്മയുടെ താരാട്ട് പാട്ട് കേൾക്കാത്തൊരു മനുഷ്യനുമില്ല. നമ്മുടെ നാട്ടിൽ കവിത പഠിപ്പിക്കുന്നതിൽ വന്ന കുഴപ്പമാണ് കവിതയിൽ നിന്ന് ആളുകൾ അകന്നു പോകാൻ കാരണം. പിന്നെ ഇപ്പോഴത്തെ ഒരു കവിത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ താളവും വൃത്തവും ഒന്നും വേണ്ടാത്തൊരു കാലമാണ്. എല്ലാ വളയവും ലംഘിച്ചാണ് കവികൾ എഴുതുന്നത്. മലയാള ഭാഷ അറിയാതെ ചെയ്യാവുന്ന ഒരേ ഒരു പ്രവൃത്തി മലയാളത്തിൽ കവിത എഴുതുകയാണ്. പലചരക്ക് പിടിയിലേക്കും പച്ചക്കറി പിടിയിലേക്കും കൊണ്ടുപോകുന്ന കുറിപ്പ് കടലാസ് മാറി കവറിലിട്ട് അയച്ചാൽ അടുത്തലക്കം കവിതയായിട്ട് അച്ചടിച്ചു വരും. അതാണ് ഇപ്പോഴത്തെ ഒരു കാലം. തെറ്റിദ്ധരിക്കരുത്, ഞാൻ ആ കവിതയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളല്ല. നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി താളത്തിലൂടെ പകർന്ന് കിട്ടിയ ഒരു മഹിത പൈതൃകമാണ് മനുഷ്യനെ കവിതയോട് അടുപ്പിച്ചത്. അതിൽ കവിതയുടെ ദർശനം മാത്രമല്ല അതിൻ്റെ ഈണവും. അപ്പോൾ എഴുത്തച്ഛൻ പഞ്ചവാദ്യക്കാരനൊന്നും ആയിരുന്നില്ല, പക്ഷെ തിമിലപ്പെരുക്കമാണ് വാസ്തവത്തിൽ കളകാഞ്ചി. ഇതാരും അന്വേഷിക്കാഞ്ഞിട്ടാ. തക്ക തക്കിട തക്കിട തക്ക തക്കിട തക്ക തക്കിട തക്കിട തക്ക തക്കിട തക്ക തക്കിട തിത്തൈ. ഇതാണ് പഞ്ചവാദ്യത്തിലെ തിമിലയുടെ ഒരു പെരുക്കം.
ഇത് തന്നെയാണ് വദനമപി കരചരണമല്ല ശൗര്യാസ്പദം വാനരന്മാർക്ക് വാൽമേൽ ശൗര്യമ. ഇത് അങ്ങനെ പഠിച്ചു നോക്കിയാൽ ഈ കളകാഞ്ചി വൃത്തം ഉണ്ടാവുന്നത് ഈ വൈത്താരി പെരുക്കത്തിൽ നിന്നാണ്. നമ്മുടെ നാട്ടിലെ കവിതയിൽ, ചമ്പു കവിതയിലൊക്കെ ശ്ലോകവും ഗദ്യവുമാണ്. ഗദ്യപദ്യമിതം കാവ്യം ചമ്പൂരീത്യഭിധീയത എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അന്നത്തെ ചമ്പൂല ഗദ്യം നോക്കൂ, ഗദ്യം തന്നെയാണ്. പന്താട്ടത്തറ, സന്ധ്യാമന്ദിരം, ആയുധശാലകൾ, ആയാസപ്പുര, ചന്ദനമന്ദിരം, ഇന്ദുശിലാലയം, ആനപ്പന്തികൾ, ഭോജനശാലകൾ, മാണിക്യത്തറ, മരതകമണ്ഡപം, ഇന്ദ്രമണിക്കെട്ട്, ഇന്ധനഗേഹം, ബന്ധനഗേഹം, കനകക്കെട്ടുകൾ, സഭ്യജനാനാം വിഹരണ മന്ദിരം, അങ്ങനെ പലതുണ്ട് അങ്ങൊരു ഭാഗേ. ഇതൊരു ഗദ്യമാണ്. പക്ഷെ അതൊന്ന് യഥാർത്ഥത്തിൽ ചൊല്ലി നോക്കൂ. പന്താട്ടത്തറ, സന്ധ്യാമന്ദിരം, ആയുധശാലകൾ, ആയാസപ്പുര, ചന്ദന മന്ദിരം, ഇന്ദുശിലാലയം, ആനപ്പന്തികൾ, ഭോജനശാലകൾ, മാണിക്യത്തറ, മരതകമണ്ഡപം, ഇന്ദ്രമണിക്കെട്ടിൻ, ഇന്ധനഗേഹം, ബന്ധനഗേഹം, കനകക്കെട്ടുകൾ, സഭ്യജനാനാം വിഹരണ മന്ദിരം, അങ്ങനെ പലതുണ്ട് അങ്ങൊരു ഭാഗേ. ഇത് ഈ ഗദ്യത്തിൻ്റെ താള. മലയാള ഗദ്യത്തിനൊരു താളമുണ്ട്. തിരുവനന്തപുരത്തുകാർ പറയുന്നതിൻ്റെ താളമല്ല തൃശ്ശൂരുകാർ പറയുമ്പോൾ, തൃശ്ശൂരുകാർ പറയുന്നതിൻ്റെ താളമല്ല പാലക്കാട്ടുകാർ പറയുമ്പോൾ, പാലക്കാട്ടുകാർ പറയുന്നതിൻ്റെ താളമല്ല കണ്ണൂരുകാർ പറയുമ്പോൾ. അവരൊക്കെ പറയുമ്പോൾ ഒരു താളമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ വരിക തകിട തകിട എന്നാണ്, ഇത് തരിക തക തകിട. ഇങ്ങനെ ഏത് മലയാള വാക്കെടുത്താലും അതിനകത്തൊരു താളമുണ്ട്. ഈ താളമാണ് മലയാള കവിതയുടെ ശില്പത്തെ നിർണ്ണയിച്ചത്. അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. പല നാട്ടുപാട്ടുകൾ ഉദ്ധരിക്കാനുണ്ട്. സമയം കുറയുമെന്നുള്ളത് കൊണ്ട് അതിലോ അവസാനിപ്പിക്കാറായപ്പോൾ സാറേ. അപ്പം അതിൻ്റെ ഒരു പരിമിതിയുണ്ട്. എങ്കിലും ഒന്ന് രണ്ട് ഞാൻ പലയിടത്തും പാടാറുള്ള ഒരു പാട്ട് കുറത്തിപ്പാട്ടാണ്. കുറത്തി വൃത്തം മലയാളത്തിലെ ഏറ്റവും പഴയൊരു വൃത്തമാണ്. ഏറ്റവും കീഴാളരായ ഒരു സമൂഹത്തിൻ്റെ പാട്ടുവൃത്താണത്. ശ്രീഭുവനം നാടുതോറും നാടു നല്ല ദേശം, കന്നിമുന്നം നാട്ടിലെ പിറന്നൊരു കുറത്തി, വിഷ്ണുവിങ്കൽ ഭക്തിയോടെ വിശ്വസിച്ചോരുത്തൻ, ഭക്തനായ നൽകുറവൻ വേട്ടുകൊണ്ടവളെ, ഏകചക്രനെന്നുള്ളൊരു ബാലനും പിറന്നു, അന്നൊരു നാളക്കുറവൻ അക്കുറത്തി തന്നെ, ഭംഗിയിൽ വിളിച്ചരികിൽ ചേർത്തു നിർത്തി ചൊല്ലി, വീടു പുക്കിയിരുന്നു കൊണ്ടാൽ പാപകർമ്മമേറും, ഊരു ചുറ്റി സഞ്ചരിച്ചാൽ പാപകർമ്മം തീരും. ഇതാണ് കുറത്തിവൃത്തം. തിരുവനന്തപുരത്തും വരികൾ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ ഈണത്തിൽ പാട്ടുണ്ടാവും, കുറത്തിപ്പാട്ടുണ്ടാവും. ഇതേ ഈണത്തിൽ എല്ലാ സമുദായത്തിൻ്റെയും പാട്ടുകൾ. കുറത്തി ഞാനും ഒന്നു പെറ്റാൽ 10 പെറ്റ മേനി, ഫാത്തിമാബി 10 പെറ്റാൽ 1 പെറ്റ മേനി. ഈ പാട്ടും മാർഗംകളിപ്പാട്ടും ഒക്കെ നോക്കിയാൽ ഇതിലൊക്കെ കുറത്തിവൃത്തത്തിൻ്റെ സ്വാധീനമുണ്ട്. ഒടുക്കം നമ്മുടെ നാട്ടിൽ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഒരു വലിയ പടപ്പാട്ട് ആവശ്യമായപ്പോൾ തിരുവനന്തപുരത്തുകാരനായ, കൊല്ലത്തുകാരനാണെങ്കിലും തിരുവനന്തപുരത്തിൻ്റെ മഹാകവിയായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ONV സാർ, സുഗത ടീച്ചറുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു. ONV സാറും അങ്ങനൊരു വൃത്താണ് ഉപയോഗിക്കുന്നത്. പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. അങ്ങനെയല്ല അത് ദേവരാജൻ ചിട്ടപ്പെടുത്തിയത്. പൊന്നരിവാളം പിള്ളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. ഇത്ര വർത്തുളമാണ് കുറത്തിവൃത്തം. ഏത് ഈണത്തിലേക്കും പരിവർത്തിപ്പിക്കാവുന്ന ഒരു ബേസിക് നാടോടി വൃത്തം ഒന്നല്ല, ഒട്ടനേകം വൃത്തങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഈ മഞ്ചരി വൃത്തം തന്നെ നമുക്ക് മഞ്ചരിയായിട്ട് പഠിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണ മീട്ടുകില്ലേ നിന്റെ വേദന എന്നോടു ചൊല്ലുകില്ലേ. ഇത് മഞ്ചരി വൃത്ത. മഞ്ചരിയിലാണ് ആ പാട്ട്. പല ONVയുടെ പല പാട്ടുകളും നല്ല വൃത്തത്തിലാണ്. വയലാറിൻ്റെ അതെ, സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങൾ ഈ ഭൂമിയിലില്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യം ഈ ലോകം. നല്ല കവിതയാ, നല്ല വൃത്തത്തിൽ എഴുതിയതാ. പക്ഷെ അത് സ്വപ്നങ്ങൾ എന്ന് പാടുമ്പോൾ അതിൻ്റെ സംഗീതം കൊണ്ട് അത് വേറിട്ട് തോന്നുന്നു. ഇപ്പം കവിത, ഞാൻ പറഞ്ഞു വന്നത് വീണ്ടും, കവിത ഇല്ലാത്ത ഒന്നും നമ്മുടെ ഭാഷയിലില്ല.
അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയുള്ളൂ എന്നൊരു ചൊല്ലുണ്ടെങ്കിൽ അതും കവിതയാണ് അല്ലേ? അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയുള്ളൂ എന്ന് പറയുന്നതിൽ ഒരു മനുഷ്യനെ മനസ്സിലാക്കാനുള്ള ഒരു വലിയ വിലയിരുത്തലിൻ്റെ സൂക്ഷ്മമായ ഒരു അളവുകോലിനെയാണ് ഒരു ചൊല്ലിൽ പറയുന്നത്. ഈ നാട്ടുചൊല്ലിലൊക്കെ കവിതയുണ്ട്. നാട്ടുചൊല്ലുകളിൽ, പഴഞ്ചൊല്ലുകളിൽ, നാട്ടുവർത്തമാനങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കവിതയാണ് പിൽക്കാലത്തെ നമ്മളെല്ലാ കവികളും. ഒരുപക്ഷെ സുഗതകുമാരി ടീച്ചറും ആ നാട്ടുവഴക്കത്തിൽ നാണിയപ്പെട്ടു പോന്നു. ഞാൻ മറ്റുള്ളവരുടെ കവിതയാണ് ചൊല്ലിയത്. ഞാനൊരു കവിത എഴുതിയിട്ടുള്ളത് ജിപ്സികൾ എന്നൊരു കവിത. എൻ്റെ കവിത ഇടയ്ക്കൊന്ന് ചൊല്ലാം അല്ലേ? അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്, പാട്ടും കവിതയും. ജിപ്സികൾ ഞാനൊരു ചൊല്ലുവഴക്കത്തെ, ഈ നാട്ടുതോറ്റങ്ങളുണ്ടല്ലോ, നാട്ടുതോറ്റങ്ങൾ ഗദ്യം പോലെ തോന്നും. ഇവിടെ നിന്നും എത്ര യോജന വഴിയുണ്ട് ദാരികലോകത്തേക്കെന്നരുളി ശ്രീ ഭദ്രകാളി. ഇവിടെ നിന്നും 700 യോജന വഴിയുണ്ട് ദാരികലോകത്തേക്കെന്നരുളി ശ്രീ മഹാദേവൻ തിരുവടി. ഇതൊരു പ്രൊസൈക് പ്രോസ് പോലെയാണ്. പക്ഷെ തോറ്റം പാട്ടുകാരൊക്കെ പാടുന്നത് ഇവിടെ നിന്നും എത്ര യോജന വഴിയുണ്ട് ദാരികലോകത്തേക്കെന്നരുളി ശ്രീ ഭദ്രകാളി. ഇവിടെ നിന്നും 700 യോജന വഴിയുണ്ട് ദാരികലോകത്തേക്കെന്നരുളി ശ്രീ മഹാദേവൻ തിരുവടി. ഇങ്ങനൊരു പ്രോസ് ചൊല്ലുന്ന രീതി ഉണ്ടായിരുന്നു. അകാലം പെരുന്തേവിക്കങ്ങോർത്തുടൻ ശ്രീകൈലാസത്ത് ഈശനും പാർവതിയുമായി കൂറ്റനിന്മേലേറി പാലാഴിക്കെഴുന്നള്ളുമ്പോൾ മാർഗവിൻ മധ്യത്തിങ്കൽ മോഹിനി വേഷം കണ്ട് പാർവതിയെ കൈവെടിഞ്ഞ് മോഹിനിയെ മെയ്പുണർന്ന് സ്വല്പനിമിഷം കൊണ്ട് മോഹിനിക്ക് ഗർഭം ധരിച്ച് നാണവും പൂണ്ട് മായാവീശ്വരനോട് വിളങ്ങും കാലം ഉമകൾക്കാന്തൻ തൻ്റെ ദക്ഷിണ തുടപിളർന്ന് അയ്യനെന്നുള്ള നാമം പയ്യവേ വിളി തുടങ്ങി. ഇതൊരു ശാസ്താൻ തോറ്റാണ്. ഇങ്ങനത്തെ കുറേ തോറ്റങ്ങൾ, ഈ തോറ്റങ്ങളുടെ രീതിയിൽ ഞാനൊരു ചൊല്ലുവഴി ഉണ്ടാക്കിയതാണ് ജിപ്സികൾ എന്ന കവിത. ജിപ്സികൾ. പണ്ട് മാവുകൾ പൂക്കുന്ന കാലത്ത് കണ്ണിമാങ്ങകൾ പെയ്ത മൈതാനത്ത് ലാടവൈദ്യവും ലൊട്ടുലൊടുക്കുമായി നീളെ തമ്പടിക്കാറുണ്ട് ജിപ്സികൾ. ചെക്ക് വംശജരല്ല, സ്ലോവക്കല്ല, ദിക്ക് തെണ്ടും ബൊഹിമിയക്കാരല്ല, എങ്കിലും നാട്ടുപേരവർക്കുണ്ടായി ജിപ്സികൾ. വംശമറ്റ നാടോടികൾ എത്തിയേടത്ത് തമ്പടിച്ചും കിരിയാത്ത കാഞ്ഞിരം വേപ്പ് കുറുന്തോട്ടി കണ്ടതൊക്കെയും ഔഷധമാക്കി കണ്ട വൈദ്യത്തിൽ വ്യാധികൾ മാറ്റിയും കട്ടിവെല്ലം പറങ്കി മാങ്ങച്ചാറിലിട്ട് വാറ്റുന്ന താവരം മോന്തിയും ആമയെ ചുട്ടു തിന്നും കവണയാൽ കാക്കയെപ്പോലും എറ്റി വീഴ്ത്തി തിന്നും കാട്ടുജന്മങ്ങൾ നാടാറുമാസത്തിനാട്ടവും പാട്ടുമായി വന്ന നാളുകളിൽ കാട്ടുതേൻ മകിഴം പൂവ് കന്മദം നാട്ടുചന്തയിൽ കാനനവാണിഭം. എത്തിയേടത്ത് തമ്പടിച്ചും കിരിയാത്ത കാഞ്ഞിരം വേപ്പ് കുറുന്തോട്ടി കണ്ടതൊക്കെയും ഔഷധമാക്കി കണ്ട വൈദ്യത്തിൽ വ്യാധികൾ മാറ്റിയും കട്ടിവെല്ലം പറങ്കി മാങ്ങച്ചാറിലിട്ട് വാറ്റുന്ന താവരം മോന്തിയും ആമയെ ചുട്ടു തിന്നും കവണയാൽ കാക്കയെപ്പോലും എറ്റി വീഴ്ത്തി തിന്നും കാട്ടുജന്മങ്ങൾ നാടാറുമാസത്തിനാട്ടവും പാട്ടുമായി വന്ന നാളുകളിൽ കാട്ടുതേൻ മകിഴം പൂവ് കന്മദം നാട്ടുചന്തയിൽ കാനനവാണിഭം. വൃത്തിയില്ലാത്ത കൂട്ടരെന്നാകിലും ചിത്തവൃത്തിയിൽ പ്രാകൃത നിഷ്കളർ മർത്യവംശത്തിനാദിയാനങ്ങളിൽ നിത്യയാത്രികരായ നൊമേഡുകൾ ചങ്ങലത്തുടർപ്പോൽ പുരുഷാന്തര സങ്കരം സർഗശക്തിയായി സംഭരിച്ചെത്ര വംശാന്തരങ്ങൾ തൻ സഞ്ചാരസത്തയാണവർ പാലിച്ച ജീവിതം. വൃത്തിയില്ലാത്ത കൂട്ടരെന്നാകിലും ചിത്തവൃത്തിയിൽ പ്രാകൃത നിഷ്കളർ മർത്യവംശത്തിനാദിയാനങ്ങളിൽ നിത്യയാത്രികരായ നൊമേഡുകൾ ചങ്ങലത്തുടർപ്പോൽ പുരുഷാന്തര സങ്കരം സർഗശക്തിയായി സംഭരിച്ചെത്ര വംശാന്തരങ്ങൾ തൻ സഞ്ചാരസത്തയാണവർ പാലിച്ച ജീവിതം. കുട്ടിയായിരിക്കുമ്പോൾ ആ നാടോടി വൃദ്ധരിൽ കണ്ടു വംശപിതാക്കളെ. എന്നിലുണ്ടായിരുന്നു പരിണാമ ഭിന്നമെങ്കിലും ആ ജിപ്സി മാനസം. പേരറിയില്ല, വേഷവും ഭാഷയും വേറെയാണെന്നിരിക്കിലും ഞങ്ങളെ വേറെയാക്കിയില്ല വംശത്തുടർച്ചയിൽ ഊരു ചുറ്റുന്ന
പ്രേമാർദ്രജാഗരം. കുട്ടിയായിരിക്കുമ്പോൾ ആ നാടോടി വൃദ്ധരിൽ കണ്ടു വംശപിതാക്കളെ. എന്നിലുണ്ടായിരുന്നു പരിണാമ ഭിന്നമെങ്കിലും ആ ജിപ്സി മാനസം. പേരറിയില്ല വേഷവും ഭാഷയും വേറെയാണെന്നിരിക്കലും ഞങ്ങളെ വേറെയാക്കിയില്ല വംശത്തുടർച്ചയിൽ ഊരു ചുറ്റുന്ന പ്രേമാർദ്രജാഗരം. കാലമേറെ കടന്നുപോയി, ഗ്രാമീണ പാഠശാലകൾ ഭാഗം പിരിഞ്ഞുപോയി, മാവുപോയി മൈതാനവും പോയി. ഇപ്പോൾ ഊരു ചുറ്റുമാറില്ല നാടോടികൾ. എങ്കിലും മാവു പൂക്കുന്ന കാലത്ത് കണ്ണിമാങ്ങച്ചുണ ചേർന്ന ജീവനിൽ നെഞ്ചു കെട്ടുന്നൊരോർമ്മതൻ വിങ്ങലിൽ വന്ന് തമ്പടിക്കാറുണ്ട് ജിപ്സികൾ. കാലമേറെ കടന്നുപോയി, ഗ്രാമീണ പാഠശാലകൾ ഭാഗം പിരിഞ്ഞുപോയി, മാവുപോയി മൈതാനവും പോയി. ഇപ്പോൾ ഊരു ചുറ്റുമാറില്ല നാടോടികൾ. എങ്കിലും മാവു പൂക്കുന്ന കാലത്ത് കണ്ണിമാങ്ങച്ചുണ ചേർന്ന ജീവനിൽ നെഞ്ചു കെട്ടുന്നൊരോർമ്മതൻ വിങ്ങലിൽ വന്ന് തമ്പടിക്കാറുണ്ട് ജിപ്സികൾ. നെഞ്ച് കെട്ടുന്നൊരോർമ്മതൻ വിങ്ങലിൽ വന്ന് തമ്പടിക്കാറുണ്ട് ജിപ്സികൾ. ഇതൊരു പ്രോസ് പോലൊരു കവിതയാണ്. ഇതിനെ നമുക്കിങ്ങനെ താളപ്പെടുത്താവുന്നതാണ്. ഇങ്ങനെ അനവധി സാധ്യതകൾ കവിതയിലുണ്ട്. വർത്തമാനകാലം നിർഭാഗ്യവശാൽ ഈ സാധ്യതകളെ ഒന്നും പരീക്ഷിക്കുന്നില്ല. ഞാൻ തൃപ്രയാർ ഭാഗത്തുനിന്ന് ഒരിക്കൽ കേട്ട ഒരു നാടോടി പാട്ടാണ്, ഒരു വായ്യാരപ്പാട്ടാണ്. ചികിത്സ കിട്ടാതെ ഒരാൾ മരിച്ചു പോയതിനെ കുറിച്ചുള്ളൊരു പാട്ടാണ്. ഏനുമെന്തളിയേനും കൊണ്ടേനും കൊമേരേനും കോട്ടേ കാട്ടിൽ ഈറയ്ക്ക് പോയേ, അവിടെ വെച്ചളിയനെ വെയ്യമൂക്കൻ തൊട്ടേ, അവിടന്നാളിയനെ വടക്കോട്ടെടുത്തേ, അവിടത്തെ വെയവാരി അവിടെയില്ലാഞ്ഞേ, അവിടന്നാളിയനെ കിഴക്കോട്ടെടുത്തേ, അവിടത്തെ വെയവാരി അവിടെയില്ലാഞ്ഞ്, അവിടന്നാളിയനെ പടിഞ്ഞാട്ടെടുത്തേ, അവിടത്തെ വെയവാരിയും അവിടെയില്ലാഞ്ഞ്, അവിടന്നാളിയനെ തെക്കോട്ടെടുത്തേ. മനസ്സിലായല്ലോ? വിഷമൂർക്കൻ തൊട്ട് വടക്കും കിഴക്കും പടിഞ്ഞാറും ഒക്കെ പോയി വിഷഹായി ഇല്ലാതെ തെക്കോട്ടെടുത്തു. ഇതാണൊരു ദുരന്തമാണ്. ആശുപത്രി ഇല്ലാതെ, ചികിത്സയില്ലാതെ ഒരു പാവപ്പെട്ട തൊഴിലാളി, ഈറ്റവെട്ടുകാരൻ തൊഴിലാളി മരിച്ചുപോയി. ഇത് ആവിഷ്കരിക്കുകയാണ് ആ കവിത. ഇതൊന്ന് വളരെ വ്യത്യാസമായി കൊയിലാണ്ടി ഭാഗത്ത് ചെന്നപ്പോൾ ഇതേ കാര്യം മറ്റൊരു തരത്തിൽ പറഞ്ഞിരിക്കുന്നൊരു പാട്ട്. ആശ മനസ്സിൽ വെച്ച് മൂസ തെങ്ങുമ്മക്കേറി, ആശ മനസ്സിൽ വെച്ച് മൂസ തെങ്ങുമ്മക്കേറി, മട്ടലാടർന്ന് വീണ് മൂസ മലർന്ന് വീണ്, മട്ടേലാടുപ്പിലായി മൂസ കിടപ്പിലായി, മട്ടേല് ചാരമായി മൂസ ഖബറിലായി. ആശ മനസ്സിൽ വെച്ച് തെങ്ങുമ്മക്കേറിയ മൂസ ഖബറിലായി. ഇതും ഒരു മരണത്തിൻ്റെ കഥയാണ്. പക്ഷെ എത്ര ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്. നിങ്ങൾ ഈ പാട്ടുകൾ, വടക്കൻ പാട്ടുകൾ തൊട്ട് തെക്കൻ പാട്ടുകൾ, ഇരവിക്കുട്ടിപ്പിള്ള പടത്തലവനെ കുറിച്ചുള്ള വളരെ പ്രശസ്തങ്ങളായ തെക്കൻ പാട്ടുകളുണ്ട്. അപ്പോൾ ആ പാട്ടുകളൊന്നും ആരും പഠിക്കാറില്ല. വടക്കൻ പാട്ടുകൾ എത്രയോ ഉണ്ട്. അതിനിടയിൽ എത്രയോ ചെങ്ങന്നൂരാദി പോലുള്ള പാട്ടുകൾ, ചെങ്ങന്നൂരിൽ മാത്രം പ്രചാരമുള്ള നാടൻ പാട്ടുകൾ, ഇങ്ങനെ എണ്ണമറ്റ താളസമൃദ്ധമായ, ആശയസമ്പുഷ്ടമായ, ആദർശനിഷ്ഠമായ എത്രയോ പാട്ടുകൾ കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ ദേശപുരുഷാർത്ഥങ്ങളായും നാട്ടറിവ് നാനാർത്ഥങ്ങളായും നാട്ടുതോറ്റങ്ങളായും ഗ്രാമവാഴ്ത്തുകളായും പ്രചാരത്തിലുണ്ടായിരുന്നു. ഈ പാട്ടുകളിൽ നിന്നും ഈ നാട്ടുകൽപ്പനകളിൽ നിന്നുമാണ് മലയാളത്തിൻ്റെ കവിത രൂപപ്പെട്ടു വന്നത്. 30-35 കൊല്ലം പഴക്കമുള്ള ഗദ്യ കവിത കൊണ്ട് ഈ കാവ്യ പാരമ്പര്യത്തെ റദ്ദ് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് കവിതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ വിനയപൂർവ്വം പറയുകയാണ്. അത്രയെങ്കിലും പറയാൻ, ഒരു പാരമ്പര്യവാദിയായ, പാരമ്പര്യത്തിനൊരു നവീനതയുണ്ട്. പാരമ്പര്യം അങ്ങനെ തോറ്റുപോകുന്ന ഒന്നുമല്ല. എണ്ണ തേച്ച് കുളിക്കുന്നത് പോലെയാണ്. എണ്ണ തേച്ച് കഴിഞ്ഞാലും ആ സ്നിഗ്ധത അവിടെ ഉണ്ടാകും. കുളിച്ചാൽ പാരമ്പര്യം പോവില്ല. കാക്ക കുളിച്ചാൽ
കൊക്കാവുകയില്ല. കാക്കയുടെ പാരമ്പര്യം കാക്കയ്ക്ക് ഉണ്ടാവും. അതുകൊണ്ട് ആ പാരമ്പര്യമാണ് സുഗതകുമാരി ടീച്ചർ കൊണ്ടുനടന്നത്. ഞാൻ എൻ്റെ ഒരു കവിത കൂടി ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നില്ല. ഗോവർഷപ്പിള്ള സാറേ, സമയം ഏതാണ്ട് ഭാഗമായി. ഞാൻ ഈ കൃഷ്ണ കവിതയെക്കുറിച്ചൊക്കെ പറഞ്ഞു. വിശേഷം സുഗതകുമാരി ടീച്ചറുടെ കൃഷ്ണസങ്കല്പം അതിഗംഭീരമാണെന്നൊരു നാട്ടുപാരമ്പര്യത്തിൽ നിന്ന് വന്നതാണെന്നും, ബാലഗോപാലം എന്ന് പറയുന്ന കുട്ടമത്തിൻ്റെ ഒരു നാടകമുണ്ട്. ഓരോ വീട്ടിലും കളിക്കുന്ന ഒരു കുട്ടിയാണ് അതിൽ കൃഷ്ണൻ. അങ്ങനെ കേരളത്തിൻ്റെ നാട്ടുപാരമ്പര്യങ്ങളിലെ കൃഷ്ണസങ്കല്പം തന്നെ വളരെ വലിയതാണ്. അപ്പം ഞാൻ ഒരു കൃഷ്ണ പാരമ്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് കൃഷ്ണ ഗീതി എന്ന് പറയാവുന്ന രീതിയിൽ എഴുതിയൊരു കവിതയാണ് വൃന്ദാവന സാരംഗം. അത് ഈ നാട്ടുരീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഈണത്തിൻ്റെ ഒരു പുതിയ രീതി അവലംബിച്ചെഴുതിയതാണ്. വൃന്ദാവന സാരംഗം. ഏകാന്തം ചില യാത്രകളിൽ ഞാൻ ഭൂമിയിലില്ല കാഴ്ചകൾ കണ്ടും ആകാശങ്ങളിൽ പൂക്കളിറുത്തും തേടുവതുണ്ടൊരു ചന്ദന മൗനം. ഏകാന്തം ചില യാത്രകളിൽ ഞാൻ ഭൂമിയിലില്ല കാഴ്ചകൾ കണ്ടും ആകാശങ്ങളിൽ പൂക്കളിറുത്തും കേൾക്കുവതുണ്ടൊരു ചന്ദന മൗനം. അപ്പൊഴുതീറൻ ശ്രാവണരാവിൻ ദിക്കറിയാത്ത കയങ്ങളിലെല്ലാം മുങ്ങി നിവർന്ന് കളിക്കുവതേതൊരു നന്ദകിശോരൻ ലീലാകൃഷ്ണൻ. ഞാനറിയാറുണ്ടവനെ പ്രണയപ്പാലകൾ പൂക്കും ധനുമാസത്തിൽ കൊയ്ത്ത് കഴിഞ്ഞ നിലാവിൻ പാടത്താതിരയൂഞ്ഞാൽ പാട്ടാകുന്നവൻ. ആരുടെ കാലി കോലാം വേണുവിൽ ആനന്ദാമൃത ജീവനരാഗം. പുല്ലിൽ പൂവിൽ പുഴയിൽ പൈക്കളിലാദിമജൈവ സമത്വം തീർത്തു ആ മധുരാകൃത ഹരി പ്രസാദം. ചന്ദനമഴയായി പെയ്യും രാവിൽ ഞാൻ അലയുന്നേൻ മധുരാപുരിയിൽ ജന്മപുരാതന ജനി നളിനത്തിൽ. കാദംബര ഋതുസന്ധ്യകൾ പാടും ശ്രീലവസന്തവനങ്ങളിൽ മേഘ ശ്യാമ കദംബ ഹൃദന്തർവനിയിൽ ബാംസുരിതൻ ഘനമൗന വിഷാദം. കേൾപ്പേൻ ഏകാന്തങ്ങളിലിന്നും ദ്വാപരമൗനമുറഞ്ഞ നിഷാദം. കാളിന്ദീനദ ജലകേദാരം മീട്ടിയ വൃന്ദാവന സാരംഗം. കേൾപ്പേൻ ഏകാന്തങ്ങളിലിന്നും ദ്വാപരമൗനമുറഞ്ഞ നിഷാദം. കാളിന്ദീനദ ജലകേദാരം മീട്ടിയ വൃന്ദാവന സാരംഗം. കാളിന്ദീനദ ജലകേദാരം മീട്ടിയ വൃന്ദാവന സാരംഗം. തീർച്ചയായും സുഗത ടീച്ചറുടെ ഓർമ്മയിൽ ഇത്രയെങ്കിലും പറയാൻ തോന്നിച്ചതിന് ആ മഹാഗുരുനാഥയോടുള്ള എൻ്റെ കടപ്പാട് ഗുരുത്വപൂർണമായ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം നന്മ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.